ഇവരെ ജനറ്റിക്സ് മാത്രം വെച്ച് നോക്കുന്നിടത്ത് ഒരു 5 അടി 6 ഇഞ്ചൊക്കെയാണ് മാക്സിമം. അതിൽ കൂടുതൽ ഒരു പൊക്കം വെക്കില്ല. പിന്നെ എങ്ങനെ ഇവർ 6 അടി 7 ഇഞ്ച് അല്ലെങ്കിൽ 6 അടി 3 ഇഞ്ച് ഇത്രയൊക്കെ പൊക്കം വെക്കാനുള്ള റീസൺ? ഇപ്പോൾ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജ് ജമ്പ്. ഇവർ പ്രത്യേകതരം ചാട്ടമുണ്ട്, ഒരു റിഷ്വൽ. അത് സ്ഥിരമായിട്ട് ഇവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ കാലുകൾക്ക് പ്രത്യേകതരം മെക്കാനിക്കൽ സ്ട്രെസ് വരുന്നത് കൊണ്ട് തന്നെ കാലിലെ എല്ലുകൾക്ക് നീളം വെക്കുന്നു, അതുകൊണ്ട് തന്നെ ഉയരം വെക്കുന്നു. പക്ഷേ ഇവരുടെ ജമ്പ് മാത്രമല്ല കാരണം, ഈ റിഷ്വൽ മാത്രമല്ല കാരണം, ഇവർ കഴിക്കുന്ന ഭക്ഷണ രീതി. കൂടുതൽ ഇവർ ഇറച്ചിയാണ് കഴിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇവർ നല്ല രീതിയിൽ സൺലൈറ്റ് കൊള്ളുന്നുണ്ട്. മസാജ് ജമ്പ് എങ്ങനെ ചെയ്യണമെന്ന് ആദ്യം നോക്കാം. മസാജ് ജമ്പ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് നിങ്ങൾ ചാടുമ്പോൾ നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാൻഡ് മൂവ്മെൻറ്റും പിന്നെ നിങ്ങളുടെ കാലിലെ ആംഗിൾ മൂവ്മെൻറ്റുമാണ്. മുട്ട് ഒരുപാട് മടങ്ങരുത്. പിന്നെ സ്ട്രെസ്സ് വരുമ്പോൾ മുട്ടിൻ്റെ കീഴെയുള്ള ഭാഗത്തായിരിക്കണം സ്ട്രെസ്സ് വരേണ്ടത്. അല്ലാതെ തുടയ്ക്ക് സ്ട്രെസ്സ് കൊടുക്കരുത്. തുടയുടെ മസിൽസ് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടിൻ്റെ താഴെയുള്ള അസ്ഥി വേണം യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതിന് വേണം സ്ട്രെസ്സ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മുട്ടിൻ്റെ താഴെയുള്ള ആ വലിയ അസ്ഥിക്ക് സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ അവിടെ മെക്കാനിക്കൽ ഫോഴ്സ് വരും. അതുകൊണ്ട് തന്നെ മൈക്രോ ഫ്രാക്ചർ ഇഞ്ചുറീസ് അവിടെ പറ്റും. അത് ചെറിയ രീതിയിലുള്ള ഇഞ്ചുറീസ് അവിടെ പറ്റും. ആ ഇഞ്ചുറീസ് റീജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോൺ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് വളരും. അപ്പോൾ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമാണ് പിന്നീട് വരുന്നത്. അപ്പോൾ ഇത് എപ്പോഴൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുന്ന മുമ്പെയാണ് ചെയ്യേണ്ടത്. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 15 മിനിറ്റ് ചെയ്യണം. അപ്പോൾ 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടല്ല ചെയ്യേണ്ടത്. 3 മിനിറ്റ് ചെയ്തിട്ട് ഒരു 25 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. വീണ്ടും 3 മിനിറ്റ് ചെയ്തിട്ട് ഒരു 25 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അങ്ങനെ വേണം, ആ ഒരു പാറ്റേണിൽ വേണം ചെയ്യാനായിട്ട്.